കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ഹാബേലിൻ്റെയും കയീനിൻ്റെയും യാഗത്തെക്കുറിച്ചാണ്. 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ഹവ്വ ഗർഭം ധരിച്ചു, കയീനെ പ്രസവിച്ചു. അപ്പം ആദ്യം കയീനാണ്, അടുത്തത് അവൾ ഹാബേലിനെ പ്രസവിച്ചു. പ്രൊഫഷനിൽ നോക്കിക്കേ, ജനനത്തിൽ കയീൻ ആദ്യം, പ്രൊഫഷൻ വരുമ്പോൾ ഹാബേൽ ആട്ടിടയനായി, കയീൻ രണ്ടാമത് കൃഷിക്കാരനായി, മൂന്നാമത് ആരാധന വഴിപാട്. കയീൻ ആദ്യം, കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ രണ്ടാമത് ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. അടുത്തത് ഹാബേലാണ് ആദ്യം. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. പിന്നെ കയീനെ കുറിച്ച് പറയുന്നത്, എന്തിനാ പറയുന്നത്? നല്ലതല്ല പറയുന്നത്. മുഖം വാടി, കോപമുണ്ടായി, തിന്മ ചെയ്തു, നന്മ ചെയ്യാൻ പറയുന്നു. ജനനം പ്രശ്നമല്ല, വളർച്ച പ്രശ്നമല്ല, ഏത് കുടുംബത്തിലാണെന്നുള്ളത് വിഷയമല്ല, വിദ്യാഭ്യാസത്തിൽ പുറകിപ്പോയി വിഷയമല്ല, ജോലിയിൽ പുറകിലാണോ മുമ്പിലാണോ അത് ബാധകമല്ല. പക്ഷെ ആരാധനയിൽ ജയിച്ചാൽ എന്നേക്കുമായി ജയിച്ചു. സാധാരണ നമ്മൾ പറയും ഹാബേലിലും വഴിപാടിലും കയീനിലും വഴിപാടിലും എന്ന് പറഞ്ഞാൽ ആളുകൂടെ നന്നാകണം, ആരാധന പോരാൻ. ശരിയാണ്. തിരിച്ചൊന്ന് ചിന്തിച്ച്, മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് മഹാന്മാരുടെ സന്നിധിയിൽ പ്രവേശനം കിട്ടുമെന്ന് സദൃശ്യവാക്യങ്ങൾ 18 പറയുന്നു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. നിന്റെ വഴിപാട് നിന്നെ മാറ്റും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒത്തിരി ധനവാന്മാരും ദരിദ്രരും മിഡിൽ ക്ലാസ്സും ആത്മീയമായി ഉയർന്നവരും കുറഞ്ഞവരും ഉണ്ടായിരുന്നു. പക്ഷെ വഴിപാട് നോക്കിയിട്ടാണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ വിധിച്ചത്. ഈ വിധവ എല്ലാവരിലും അധികം വിട്ടിരിക്കുന്നു. 2 കാശേ ഇട്ടുള്ളൂ, പക്ഷെ അധികം വിട്ടത് അവളാണ്. അതുകൊണ്ട് അവളൊന്നാമതെത്തി. ആൾക്കാർ സഭയിൽ വരുമ്പോൾ ആരാധിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. സഭയിൽ വരുമ്പോൾ ആരാധിക്കണമെങ്കിൽ വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ ആരാധിക്കണം, ജോലിയുടെ ഇടയിൽ ആരാധിക്കണം, ജോലി ആരാധനയാക്കി മാറ്റണം. ജോലിയോടുകൂടെ സുവിശേഷ വേല എന്ന് പറയുന്നവരുണ്ട്. അത് തിരിച്ചെടുത്താൽ മതി. വേലയോടുകൂടെ ജോലി. പറച്ചിൽ മാത്രമല്ല, മൈൻഡ് സെറ്റ്, ഏകാഗ്രത, ഫസ്റ്റ് പ്രിയോറിറ്റി, ഹൃദയം. ദൈവവേല കൊടുത്തുകൊണ്ട് നിനക്ക് ഭൗതിക ജോലി ചെയ്യാം, ദൈവം നിനക്ക് 1-ാം സ്ഥാനം തരും. പിന്നെ ചില ആൾക്കാർ പറയും, പാട്ടൊക്കെ കഴിയട്ടെ, ആരാധന കഴിയട്ടെ, വചന ശുശ്രൂഷ തുടങ്ങട്ടെ, അപ്പോൾ ഞങ്ങൾ പോകാം. ഒരു കാര്യമില്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതാണ് യഥാർത്ഥ സഭ. പേഴ്സണൽ ലൈഫിൽ ഇത് തന്നെ, വർഷിപ്പും ബൈബിൾ റീഡിങ്ങും ബാലൻസ് ചെയ്യുന്നു പോകുന്നവൻ ആത്മീയ ജീവിതത്തിൽ ഉയർന്നുയർന്നു പോകും. യേശുവിനെ 2 പരീക്ഷയിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ 3-ാമത്തെ പരീക്ഷയിൽ സാത്താൻ ചോദിക്കുന്നത് കണ്ടില്ലേ? ഈ ലോകവും അതിൻ്റെ മഹത്വം എല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്, നീ എന്നെ ഒന്ന് ആരാധിച്ച് തരാമെന്ന്. അപ്പം തന്നെ നമുക്ക് അറിഞ്ഞൂടെ ആരാധനയുടെ വില ഏതാണെന്ന്? കടമണ്ട പിശാചെ അപ്പം തന്നെ ഞങ്ങൾക്ക് പിടികിട്ടി. ആരാധനയാണ് ഈ ലോകത്തിൻ്റെ മഹത്വത്തെക്കാൾ വലുത്. അപ്പം ലോകമഹത്വത്തിന് വേണ്ടി ആരാധന കളയരുത്. സാത്താൻ തന്നെ പറഞ്ഞു തരിക, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ പുറത്തു വന്നതാണ്. അല്ലെങ്കിലും അങ്ങനെയാ, നമ്മൾ ഓരോ സ്റ്റെപ്പ് ജയിക്കുമ്പോഴും അവൻ ഓരോ സ്റ്റെപ്പ് പുറകോട്ട് പോകും. പണ്ടൊരു കഥയുണ്ട്. യുദ്ധത്തിന് വേണ്ടി രാജാവ് നൗക, വള്ളം ഉണ്ടാക്കിച്ചു. അപ്പോൾ ഈ യുദ്ധത്തിൽ വഞ്ചിയിൽ പോയിട്ട് വെടിപൊട്ടിക്കും. അപ്പോൾ സമുദ്രമേഖലയിൽ ആധിപത്യം എടുക്കാം. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് രാജാവ് പറഞ്ഞാടാ, നമുക്കുണ്ടാക്കി തന്ന ആ തച്ചൻ തന്നെ അപ്പുറത്ത് ശത്രുരാജ്യത്തിന് ഉണ്ടാക്കി കൊടുത്തു. അയാൾ വിളിച്ചു. ഇന്നത്തെ കാലമൊന്നുമല്ലല്ലോ, തല പോകുന്ന കേസാണ്. രാജാവ് ചോദിച്ചാടാ, നീ എന്ത് ചതിയാണ് കാണിച്ചത്? നമ്മുടെ രാജ്യത്തിന് നീ വഞ്ചി ഉണ്ടാക്കി തന്നു, നീ ശത്രുരാജ്യത്തിന് എന്തിനുണ്ടാക്കി കൊടുത്തു? അപ്പോൾ ഇവൻ പറഞ്ഞു, രാജാവേ, ഞാൻ ഉണ്ടാക്കിയില്ലേ, വേറൊരാളുണ്ടാക്കുമായിരുന്നു. പക്ഷേ ഞാനൊരു സൂത്രപ്പണി ചെയ്ത്, ഇവിടുന്ന് ഓരോ വെടിപൊട്ടിക്കുമ്പോഴും നമ്മുടെ വഞ്ചി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകും, അവൻ്റെ ഓരോ വെടിപൊട്ടിക്കുമ്പോഴും അവൻ്റെ വഞ്ചി പുറകോട്ട് പോകും. അത് കാരണം വിജയം നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ നമ്മൾ ജയിച്ച്, സാത്താൻ പുറമേ കാണിച്ചില്ലെങ്കിലും അവൻ്റെ ബലം ക്ഷയിച്ചെന്ന്. 2-ാമത്തെ ജയിച്ചു, അവൻ്റെ മുഖം വിളറുമെന്ന്. 3-ാമത്തെ നമുക്ക് എളുപ്പമാണെന്ന്. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ
സാത്താൻ അഡ്വാൻറ്റേജ് കൊടുക്കരുത്. അതുകൊണ്ടാണ് സാത്താൻ ഇടം കൊടുക്കരുതെന്ന് പറയുന്നത്. കാരണം തുള്ളി അഡ്വാൻറ്റേജ് അവന് കൊടുക്കരുത്. അഡ്വാൻറ്റേജ് എപ്പോഴും നമ്മൾ എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, വിധവയായ 2 കാശിട്ട ആരാധന കഴിച്ച, യാഗം കഴിച്ച അമ്മച്ചി ഒന്നാമതെത്തി. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്തുകൊണ്ടാണ് ഈ ഉള്ളത് മുഴുവൻ ഇട്ട? സത്യം പറഞ്ഞാൽ ഉള്ളത് മുഴുവൻ ഇടാമെന്ന് ആയിരുന്നില്ല. പോകുന്ന വഴി ഒരു ബ്രെഡ് കൂടെ മേടിക്കാൻ നിർത്തിയാൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഗൈഡൻസ് കിട്ടി വിട്ടതാണ്. ആരാധന കഴിഞ്ഞ് ആലയത്തിൽ വന്ന് സാന്നിധ്യം കിട്ടിയപ്പോൾ ഇടാൻ പ്രേരണ തോന്നിയിട്ടു. ഇത് തന്നെ നടക്കുന്നത്. ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുന്നതും ഗൈഡൻസിലായാൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലായാൽ അവിടെ അപ്രിസിയേഷൻ കിട്ടും. അതുകൊണ്ട് ഈ ഒത്തിരി കൊടുത്തവരെ ഓർത്തോ, ഒത്തിരി മുന്നേറുന്നവരെ ഓർത്തോ ഒന്നും അസൂയപ്പെടണ്ട. ഒരു പ്രസിദ്ധനായ ദേവദാസൻ പറഞ്ഞത്, നിൻ്റെ അയൽപ്പക്കത്തെ റൂമിലുള്ളവൻ്റെ അവനെന്ത് കിട്ടുന്നു എന്നോർത്ത് നീ വിഷമിക്കണ്ട. നിൻ്റെ കണ്ണ് യേശുവിൽ തന്നെ ആയിരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അവനിൽ തന്നെ നിൻ്റെ കണ്ണിരിക്കട്ടെ. 2, നിൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദത്തത്തിലിരിക്കട്ടെ. 3, നിൻ്റെ കണ്ണ് നിൻ്റെ ഡെസ്റ്റിനേഷനിലിരിക്കട്ടെ. ഹല്ലേലൂയ. നിനക്കുള്ളത് നീ പ്രാപിക്കണം. അത് മറ്റുള്ളവരെക്കാൾ ബെസ്റ്റാണെന്ന് നിനക്ക് മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവനെപ്പോലെ കിട്ടത്തുമില്ല, നമ്മുടെ പിടിക്കാനും പറ്റുകയില്ല. ആരാധനയിൽ ഉത്സാഹത്തോടെ സമർപ്പണത്തോടെ നിൽക്കുക. ദൈവം ഇടപെടും. ദൈവം ഇടപെടുന്നത് സമർപ്പിച്ചാൽ മതി. നീ ഒന്നും ഭാരപ്പെടണ്ട. അവിടെ വെളിപ്പെടുന്ന ആരാധനയിൽ, സാന്നിധ്യത്തിൽ നീ അപ്പം തീരുമാനിക്കും. അത് വിജയമായിരിക്കും. അതങ്ങ് സമർപ്പിച്ചാൽ മതി. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനാൽ ജീവിക്കുന്നതാണ്. നമ്മളെ കൊണ്ടൊന്നും കഴിയുകയില്ല എന്നൊരുത്തന് മനസ്സിലാകുമ്പോഴാണ് ആരാധനയുടെ പ്രസക്തി മനസ്സിലാകുന്നത്. സ്പോക്കൺ വേർഡ്, അരുളപ്പാടിൻ്റെ ശക്തിയും നമുക്കപ്പോൾ മനസ്സിലാകും. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ആരാധന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ അന്തരീക്ഷം മാറും, ചർച്ചിൻ്റെ അന്തരീക്ഷം മാറും, നമ്മുടെ അകമം ശുദ്ധമാകും. ഒത്തിരിയുടെ കടത്തി പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ഭാവി ആരാധന തീരുമാനിക്കും. നീ ആരാധിക്കുന്ന ദേശത്തിൻ്റെ അധികാര കൈമാറ്റങ്ങൾ നീ തീരുമാനിക്കും, ആരാധനക്കാരൻ തീരുമാനിക്കും. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ അവൻ ഇറങ്ങി വന്നാൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും ദേശത്തിനും നീ ഒരു അനുഗ്രഹമാകും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആരാധനക്കാരന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആരാധിക്കാൻ കൃപ നൽകട്ടെ. ആമേൻ.